ഡി എഫിൻ്റെ ഭാഗത്തൊരു പോരായ്മയുണ്ട്. കാരണം ജമാഅത്തെ ഇസ്ലാമി പോലുള്ളൊരു സംഘടനയെ കൂട്ടുപിടിച്ച് ഒരു താൽക്കാലിക വിജയമാണ് UDF ലക്ഷ്യമിടുന്നത്. പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയാണ്. കാരണം ജമാഅത്തെ ഇസ്ലാമി എന്താണെന്നുള്ളത് കൂടുതൽ എക്സ്പോസ് ചെയ്യപ്പെടുകയാണ്. ആ സംഘടനയെ കൂടെ കൊണ്ടുപോവുകയാണെങ്കിൽ ആ സംഘടനയ്ക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, ആ സംഘടനയ്ക്ക് അതുകൊണ്ട് ഗുണമായിരിക്കും. പക്ഷേ അതിനൊപ്പം നിൽക്കുന്ന മറ്റ് സംഘടനകളുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഇത് ഇൻ്റർനെറ്റ് യുഗമാണ്. ഇന്നത്തെ കാലത്ത് കൃത്യമായിട്ട് തന്നെ നമുക്ക് ഏതാണ് ഒരു സംഘടന, എന്താണ് ഒരു സംഘടന എന്നൊക്കെ മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. പ്രത്യേകിച്ച് കോണ്ടന്റ് ക്രിയേറ്റേഴ്സൊക്കെ ആ രീതിയിലുള്ള വാർത്തകളൊക്കെ ഇപ്പം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയാണ് ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾ വരുന്നത് UDFന് വലിയ ഒരു ആഘാതം ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ഹിന്ദു വോട്ടർമാർക്കിടയിൽ ആ ഒരു സംശയം കൂടുതൽ ജനിപ്പിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. CPM എന്തായാലും ഈ ഒരു അവരുടെ ഒരു ടാക്ടിക്സ് ഇപ്പോൾ ചെറിയ തോതിലാണെങ്കിലും വർക്കൗട്ടായി മാറിയിട്ടുണ്ട്. കാരണം ജമാഅത്തെ ഇസ്ലാമി അമീറിൻ്റെ പ്രസ്താവന, അതിനുശേഷമുള്ള വാഗ്വാദങ്ങൾ, ഇതെല്ലാം കൃത്യമായി തന്നെ ജമാഅത്തെ ഇസ്ലാമി പറയുന്ന സംഘടനയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അങ്ങനെയാണെങ്കിൽ അത് UDFിലേക്കും അതുകൂടാതെ തന്നെ കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയൊക്കെ വ്യക്തമായിട്ട് ബാധിക്കും.